വെൽക്കം ബാക്ക് ടു ജനശ്രദ്ധ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വെറും ഒരു 200 രൂപ മുടക്കി നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് എടുത്താൽ ഈ അക്കൗണ്ട് കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി മറ്റ് ബാങ്കുകൾ അക്കൗണ്ട് എടുക്കുന്ന മാതിരി ബാങ്കിൽ പോയി ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് ഫോട്ടോയിൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് എടുക്കാൻ കഴിയും. ഈ അക്കൗണ്ടിൻ്റെ ഗുണങ്ങളും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഞാൻ ഇന്ന് വീഡിയോ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടർന്ന് കാണുക. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് പോകാം. ഈ കഴിഞ്ഞ ആഴ്ച ഞാനും എടുത്ത ഒരു അക്കൗണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റ് ബാങ്കുകൾ കൊടുക്കുന്ന മാതിരി ആപ്ലിക്കേഷൻ പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല, ഫോട്ടോ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ OTP നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരോട് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ വിരലടയാളം ഫിംഗർ പ്രിൻറ്റ് വെക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആക്കാൻ കഴിയും. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞാൽ പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തരും. മാത്രമല്ല ക്യാഷ് വിഡ്രോ ചെയ്യാനും ഡിപ്പോസിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിൽ വന്ന് ഇത്തരം സേവനങ്ങളെല്ലാം ചെയ്തു തരും. ഈ അക്കൗണ്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് 3 QR കോഡാണ് അവർ തരുന്നത്. ഇപ്പോൾ ചെറുകിട ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകട്ടോ ഈ QR കോഡ്. അതിനോടൊപ്പം പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു കാർഡ് കൂടി നമുക്ക് തരും, ATM കാർഡ് പോലത്തെ. ഈ കാർഡുമായിട്ട് നമുക്ക് ഏത് പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാനും കഴിയുമെന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 10,000 രൂപ വരെ നമ്മുടെ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുപോയി തരും. ഇത്തരം സർവീസുകളൊന്നും മറ്റു ബാങ്കുകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ നിങ്ങൾ ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നതിനോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ സേവിങ്സ് അക്കൗണ്ടും ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാനും ഡിപ്പോസിറ്റ് ചെയ്യാനും മറ്റു ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നതാണ്. അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റിലാണെങ്കിൽ 2 ലക്ഷം രൂപയാണ് ഒരു ദിവസം നടക്കുകയുള്ളൂ. IPPBയിൽ നമ്മളൊരു അക്കൗണ്ട് എടുത്ത ശേഷം അവിടെ നിന്ന് കിട്ടുന്ന QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒരാൾ നമുക്ക് QR കോഡ് വഴി ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ വഴി നമ്മൾ ക്യാഷ് അയക്കുമ്പോൾ ക്യാഷ് അയക്കുന്ന സമയത്ത് ഇത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചു എന്ന് പറയും. അതല്ലാതെ നമ്മൾ ഷോപ്പിലൊക്കെ കാണുന്ന ഡിവൈസിന് 2000 രൂപ മുടക്കി മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ ഈ ഒരു സേവനം സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾ നൽകുന്ന എല്ലാവിധ സർവീസുകളും IPPB എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷനും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. കാരണം നമുക്കിവിടെ DTH ചാർജ് ചെയ്യാം, നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കാം, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അതോടൊപ്പം തന്നെ കണ്ടില്ല ഇവിടെ QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാനുള്ള ഇതെല്ലാം നമുക്ക് വെറും 200 രൂപയിൽ പോസ്റ്റ് ഓഫീസിൽ ഈ ഒരൊറ്റ അക്കൗണ്ടിൽ ലഭിക്കും. നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ നമ്മൾ ഷോപ്പിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വിർച്വൽ കാർഡ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ കാലാവധി വരുന്ന 5 വർഷമാണ്. വെറും 200 രൂപ മുടക്കി പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് എവിടെയാണോ അവിടെ പോയി നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. വളരെയധികം ഉപകാരപ്രദമാകും. മാത്രമല്ല ഓൺലൈൻ ഷോപ്പിംഗെല്ലാം നടത്തുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. നമുക്ക് QR കോഡ് ഉപയോഗിക്കാം. ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി സർവീസുകളാണ് ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഈ അക്കൗണ്ട് വഴിയുള്ളത്. ഇത് മാത്രമല്ല നമുക്ക് ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സുകന്യ സമൃദ്ധി യോജന, RD അക്കൗണ്ട്, ഇത്തരം അക്കൗണ്ടുകളിലേക്കെല്ലാം നമുക്ക് ക്യാഷ് അയക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനോടൊപ്പം മറ്റു ബാങ്കുകൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പൈസ അയക്കാം. ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് തിരിച്ചു അയക്കാം. ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് അയക്കാം. ഇങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ ഈ പോസ്റ്റ് ഓഫീസിൽ എടുക്കുന്ന ഈ അക്കൗണ്ട് വഴിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യും. പോസ്റ്റ് ഓഫീസിനെ കുറിച്ചുള്ള വീണ്ടും ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.